റോജായ രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെയുള്ള വേട്ട വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ്. കേവലം 2% മാത്രം വരുന്ന ഈ ജനവിഭാഗത്തോട് ആർക്കാണ് ഇത്രയ്ക്ക് വൈരാഗ്യമുള്ളത്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതായത് കഴിഞ്ഞ 10 വർഷത്തിൽ, അതായത് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നത്. അന്ന് മുതൽ നമ്മൾ സംസാരിക്കുന്ന നിമിഷം വരെ ഏതാണ്ട് 11 വർഷത്തിനിടയിൽ ഭയാനകമായ രീതിയിലാണ് രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള ആക്രമണം നടക്കുന്നത്. അതായത് ശരാശരി 2-3 ആക്രമണങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാ ദിവസവും പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഭയാനകമായ രീതിയിൽ ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു ജീവിത ചുറ്റുപാടുകളിലാണ് വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത്. അവർക്ക് അവരുടെ ആരാധന നടത്തുന്നതിനോ അവരുടെ വിശേഷ ദിവസങ്ങളിൽ പള്ളിയിൽ പോകുന്നതിനോ പൊതു സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. നമ്മളിവിടെ വന്ന് ക്രിസ്ത്യാനികളോട് പ്രേമമുണ്ടെന്നും കേക്കും കൊണ്ട് നടക്കുന്ന ഈ BJPക്കാർ ഒന്നും അവിടെ നടക്കുന്ന ഈ ആക്രമണത്തെ അപലപിക്കാനോ അത് തെറ്റായിപ്പോയെന്നോ അത് തള്ളിപ്പറയാനോ ഒന്നും അവരാരും ഇത് തയ്യാറായിട്ടില്ല. അവിടെ നടക്കുന്നതിനെക്കുറിച്ച് അവർ ബോധപൂർവ്വം കണ്ണടച്ച് നിൽക്കുകയാണ്. അതിന് കൂട്ടായിട്ട് ഒരു സംഘം ക്രിസ്ത്യാനികളുടെ നേതാക്കന്മാരും ഒരു സംഘം ബിഷപ്പുമാരും ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ നടക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന് പറയുന്ന സംയുക്ത ക്രൈസ്തവ സഭകളുടെ ഒരു സംഘടനയാണ്, ഡൽഹിയെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം. ആ ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ ഇന്നത്തെ ഒരു പ്രസ് റിലീസ് വന്നിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് ജനുവരി 1 മുതൽ ഏപ്രിൽ 30 വരെ ഉള്ള 120 ദിവസം രാജ്യത്ത് 245 അതിക്രമങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുണ്ടായത്. ദാറ്റ് മീൻസ് ഒരു ദിവസം 2 പേര് വീതം ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നുണ്ടെന്നുള്ളത്. ഇതിലൊന്നും പോലീസ് കേസെടുക്കാനോ അല്ലെങ്കിൽ പ്രതികളെക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കാനോ തയ്യാറാവുന്നില്ല. പരാതി കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവരെ പ്രതിയാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 2-3 ഉദാഹരണങ്ങളുണ്ട്. ഒന്ന് ഏപ്രിൽ മാസത്തിലാണ്, മാർച്ച് പകുതിയിലാണ് ജബൽപൂരിൽ BJP ഭരിക്കുന്ന മധ്യപ്രദേശിലെ ജബൽപൂരിൽ ഒരു സംഘം ക്രിസ്ത്യാനികൾ, അവിടെയുള്ള ക്രൈസ്തവരായ വിശ്വാസികൾ അവർ തൊട്ടടുത്തൊരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോവുകയായിരുന്നു. ബജറംഗദൾ പ്രവർത്തകർ ബസ് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയും അതിനകത്ത് അവരോടൊപ്പം ഉണ്ടായിരുന്ന 2 മലയാളി വൈദികരാണ്, ഒരാൾ തൃശ്ശൂർ സ്വദേശിയും ഒരാൾ ചാലക്കുടിക്കാരനുമായ ഇവരെ 2 പേരെയും അതിക്രൂരമായി ഈ ജനക്കൂട്ടം മർദ്ദിച്ചു. അവർ പോലീസിൻ്റെ അടുത്തേക്ക് ഈ അടി ഭയന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് അവിടെ വെച്ചും പോലീസുകാരുടെ മുമ്പ് വെച്ച് ക്രൂരമായി ആക്രമിക്കപ്പെട്ടു. ഇത് പാർലമെൻറ്റിലൊക്കെ ഉൾപ്പെടെ പലയിടത്തും ഇത് ചോദ്യങ്ങൾ വരികയും പാർലമെൻറ്റിലൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പ്രതികൾക്കെതിരെ പാർലമെൻറ്റിലൊക്കെ ഇഷ്യൂ വന്നതിൻ്റെ പേരിൽ മാത്രം ഒരു കേസെടുത്തു. ഒരാളെ പോലും ഈ നിമിഷം വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതാണ് സ്ഥിതി. അതിന് തൊട്ടടുത്ത ദിവസമാണ് ഗ്രഹാം സ്റ്റെയിനെ, അതായത് ഓസ്ട്രേലിയൻ മിഷണറി ആയിരുന്ന ഗ്രഹാം സ്റ്റെയിനെ ചുട്ടുകൊന്ന കേസിലെ 2ാം പ്രതിയെ ഈ കഴിഞ്ഞ ദിവസമാണ് തുറന്നുവിട്ടത് ഒറീസ ഗവൺമെൻറ്. അവിടെയും BJP ആണ് ഭരിക്കുന്നത്. അതേ ഒഡീസയിൽ തന്നെയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് 2 വൈദികരെ അവരുടെ പള്ളിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി നടു റോഡിലൂടെ വലിച്ചഴിച്ച് ഒരു മലയാളി വൈദികനെ അതിക്രൂരമായി മർദ്ദിക്കുകയും അയാളുടെ സഹപ്രവർത്തകനായ വൈദികനെ തോളലടിച്ച് പൊട്ടിക്കുകയും അയാൾ ഇപ്പോഴും ആശുപത്രിയിലാണ്. അത് ചെയ്തത് പോലീസാണ്. ഇതെന്ന് പറയുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നോ BJP പ്രവർത്തകരുടെ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നോ അതിക്രമങ്ങൾക്ക് ഒരു തരത്തിൽ നീതി കിട്ടുന്നില്ല. ദുഃഖവെള്ളിയാഴ്ച ദിവസമാണ് അഹമ്മദാബാദിൽ, നരേന്ദ്രമോദിയുടെ സംസ്ഥാനമായ അഹമ്മദാബാദിൽ ഒരു ദേവാലയത്തിൽ, ക്രിസ്ത്യൻ ദേവാലയത്തിൽ നടന്ന ദുഃഖവെള്ളിയാഴ്ച ആരാധന അവിടേക്ക് ബജറംഗദൾ പ്രവർത്തകർ അരച്ചു കയറുകയും അവരെ അടിച്ചോടിക്കുകയും ചെയ്തു. അതിൻ്റെ ദൃശ്യങ്ങൾ എല്ലായിടത്തും വന്നു. ഇത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തൊന്നും ഒരു നടപടിയില്ല എന്നുള്ളത് മാത്രമല്ല, അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് രാജ്യത്താകമാനമുള്ളത്. ഇതിനകത്തൊന്നും ഒരു നടപടിയില്ല എന്നുള്ളതാണ്. 2014 പ്രതിവർഷം 2014 മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 127 ആക്രമണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അത് 2024 ആയപ്പോഴത്തേക്ക് 834 ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഈ റിപ്പോർട്ടൊന്നും പോലീസ് എടുത്ത കേസല്ല. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയുടെ ഹെൽപ്പ് ലൈനിലേക്ക് വരുന്ന പരാതികളെ അടിസ്ഥാനമാക്കിയാണ് ഈ കണക്ക് ശേഖരിച്ചത്. അതായത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 4316 ക്രൈസ്തവരാണ് രാജ്യത്താകമാനം ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. അവരുടെ 100 കണക്കിന് ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു. നമ്മൾ കണ്ടാണല്ലോ മണിപ്പൂരിൽ 255 ദേവാലയങ്ങളാണ് അഗ്നിക്കിരയാക്കിയത്. അവരുടെ ഒരുപാട് സ്ഥാപനങ്ങൾ തന്നെ ഇല്ലാതാക്കി. അപ്പോൾ ഇത് ഒരു വഴിക്ക് ഇത് നടന്നുകൊണ്ടിരിക്കുക. കേരളത്തിൽ
നമ്മുടെ രാജ്യത്തെ കേവലം 2% മാത്രമുള്ള ഒരു ജനവിഭാഗത്തോടാണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്നത്. ശ്രീജിത്ത് ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് ഇതെന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് വിദ്യാഭ്യാസ ആതുര സേവന രംഗത്ത് ഇന്ത്യയിലെ ക്രൈസ്തവരാണ്, അവരുടെ സ്ഥാപനങ്ങളാണ് പലയിടത്ത്. അപ്പം ഈ ആതുര ശുശ്രൂഷയും അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ള അവരുടെ ഇടപെടലുമാണ് ഈ ഹിന്ദുത്വ ശക്തികളെ ചൊടിപ്പിക്കുന്നത്. കാരണം അവിടെ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും പഠിക്കാനുള്ള സൗകര്യമുണ്ട്. പ്രത്യേകിച്ച് ആദിവാസി ദളിത് വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് സൗജന്യമായും അല്ലാതെയും ഒക്കെ പഠിക്കുന്ന സൗകര്യങ്ങൾ അവർ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന സാമൂഹികമായും ബുദ്ധിപരമായ വളർച്ച ഇവരെ ഭയപ്പെടുത്തുന്നുണ്ട്. അതാണ് ഒരു പ്രധാന കാര്യം. മുസ്ലിങ്ങളെക്കാട്ടിൽ കൂടുതൽ ആക്രമിക്കപ്പെടുന്നതിനെ ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ക്രിസ്ത്യാനികളാണ്. അതിൻ്റെ പ്രധാന കാരണം എണ്ണത്തിൽ കുറവായിട്ട് പോലും അവർക്ക് സുരക്ഷിതമായി ഈ സംസ്ഥാനങ്ങളിലൊന്നും ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. ഈ 120 ദിവസത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിലാണ് 50 അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തൊട്ടുപുറകിൽ ഛത്തീസ്ഗഡ്, അവിടെയും BJP ആണ് ഭരിക്കുന്നത്. രാജസ്ഥാനിൽ, ബീഹാറിൽ BJPയും നിതീഷ് കുമാറും ഭരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വളരെ ക്രൂരമായ തരത്തിൽ പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് നിങ്ങൾ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിതാവസ്ഥ? സബ്കെ സാത്ത് സബ്കി വികാസ്, അതായത് എല്ലാവരുടെ ഒപ്പം എല്ലാവരുടെയും വികസനമാണ് ലക്ഷ്യമെന്ന് പറയുന്ന ഒരു സർക്കാർ ഭരിക്കുമ്പോഴാണ് ജനസംഖ്യയിൽ ഏറ്റവും ദുർബലമായ ഒരു വിഭാഗത്തെ ഓടിച്ചിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വശത്ത് ഇവരെ കൊണ്ട് മതം മാറ്റിക്കാനുള്ള ശ്രമം നടക്കും. അതായത് ഘർ വാപ്പസി എന്ന് പറഞ്ഞാൽ അവരെ ഭയപ്പെടുത്തി നമ്മൾ കണ്ടതാണ്. രാജസ്ഥാനിലോ മറ്റോ ഒരു പള്ളിയും അവിടുത്തെ വിശ്വാസികളും മൊത്തം വൈദികർ ഉൾപ്പെടെ എല്ലാവരും മതം മാറിയ സംഭവം ഉണ്ടായി. അപ്പോൾ ഇതൊരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒറീസയിലെ പല ഗ്രാമങ്ങളിൽ ഇത് നടക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ ഇത് നടക്കുകയാണ്. ഈ അടുത്ത കാലത്താണല്ലോ നേഴ്സിംഗ് ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ വേണ്ടത് ഹാജരില്ലാത്തതിൻ്റെ പേരിൽ അവരോട് പരീക്ഷയ്ക്ക് ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഉടനെ കൊണ്ടുപോയി ആ കുട്ടിയെ നേതൃത്വത്തിൽ ബജരംഗ പ്രവർത്തകരുണ്ട്, മതപരിവർത്തന പ്രിൻസിപ്പാലിനെതിരെ കേസ് കൊടുത്ത സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ വളരെ റെഗുലറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന ഈ സുരക്ഷിതത്വം എന്ന് പറയുന്നത് എവിടെയാണ്? ഈ അതിക്രമങ്ങളൊക്കെ ഉണ്ടായി. അതാണ് ഏറ്റവും സങ്കടകരമായ സ്ഥിതി എന്ന് പറയുന്നത്. ഈ അതിക്രമങ്ങളെല്ലാം നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പോൾ പോലും പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ BJPയുടെ ദേശീയ പ്രസിഡൻറ്റോ RSSൻ്റെ നേതാക്കളോ ആരും തന്നെ ഈ ക്രൂരതയെ അല്ലെങ്കിൽ ഈ പീഡനങ്ങളെ തള്ളിപ്പറയാൻ, അപലപിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുരന്തപൂർണമായ കാരണം. തയ്യാറാവില്ല എന്ന് മാത്രമല്ല, അവരുടെ അജണ്ട അവർ കൃത്യമായി ഓർഗനൈസറുടെ ലേഖനത്തിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിൻവലിച്ചെങ്കിലും ഓർഗനൈസർ പോലെ ഒരു പ്രസിദ്ധീകരണത്തിൽ വന്ന ലേഖനം എന്താണ് അവരുടെ അടുത്ത അജണ്ട എന്ന് വ്യക്തമാക്കുന്നത് അതന്നെ. വഖഫ് ബില്ലിന് തൊട്ടു പിന്നാലെയാണ് ഓർഗനൈസർ വന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ 17 കോടി ഹെക്ടർ സ്ഥലം കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞൊരു കഥ വരികയും അപ്പോൾ അപ്പോഴത്തേക്ക് അവരുടെ ഉദ്ദേശം പെട്ടെന്നുള്ള അജണ്ടയ്ക്ക് അത് എതിരാണെന്ന് തോന്നിയുകൊണ്ടാണ് അത് പെട്ടെന്ന് പിൻവലിക്കുകയും ചെയ്തത്. പക്ഷേ വഖഫ് ബില്ലിന് തൊട്ടു പിന്നാലെ വരാൻ പോകുന്നത് ചർച്ച് ബില്ലാണെന്നുള്ള നാട്ടുകാർക്കെല്ലാം ബോധ്യമായ കാര്യമാണ്. കാരണം അവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ലീസായിട്ട് ക്രൈസ്തവ സ്ഥാപനങ്ങൾ കൊടുത്തിരിക്കുന്ന ഭൂമി പിടിച്ചെടുക്കുക എന്നുള്ളത് BJPയുടെയും RSSൻ്റെയും സംഘടിതമായ അജണ്ടയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതൊരു വഴിക്ക് നടക്കുകയാണ്. എന്നിട്ടാണ് കേരളം പോലൊരു സ്ഥലത്ത് സ്വാധീനമില്ലാത്തതുകൊണ്ടും വോട്ടിങ്ങിനകത്ത് അല്പം പിന്നോക്കമായതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കാനും അവരോടൊപ്പം ഞങ്ങൾ നിങ്ങളുടെ സുരക്ഷിതത്വം ഉണ്ടെന്ന് തെളിയിക്കാനും ഒക്കെ വേണ്ടി ഉള്ള ശ്രമങ്ങൾ BJP നേതാക്കൾ ഇടയ്ക്കിടയ്ക്ക് പോയി ബിഷപ്പ്മാരെ കാണുന്നു, അവർക്ക് കേക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു, അവരോടൊപ്പം അവരുടെ ആരാധനകളിൽ പങ്കെടുക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇതൊക്കെ ഒരു വഴിക്ക് നടക്കുകയാണ്. കുറച്ച് ക്രിസ്ത്യൻ നേതാക്കന്മാരെ BJPയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇതൊരു വഴി. പിന്നെ ഈ തട്ടിപ്പ് സംഘടനകളെ ഉണ്ടാക്കി, കാസ പോലെ അല്ലെങ്കിൽ പോലുള്ള സംഘടനകളെ ഉണ്ടാക്കി അവർ ഇവരുമായിട്ട് ചേർന്ന് നിൽക്കുകയാണെന്നുള്ള ബോധ്യത്തിന് വേണ്ടി മുനമ്പത്ത് ചാടി വീണവരെ പിന്നെ കണ്ടിട്ടേ ഇല്ല. കാരണം കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിൻ്റെ പത്രസമ്മേളനത്തോടുകൂടി അതിനകത്തെ തട്ടിപ്പ് പുറത്തായതോടുകൂടി അവിടെ പിന്നെ BJPക്കാരെ കാണാനുമില്ല. അപ്പോൾ ഇതാണ് ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പും കള്ളക്കളിയുമാണ് ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരാരെങ്കിലും ഈ BJP നേതാക്കൾ ആരും തന്നെ വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് ഒരക്ഷരം ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റോ അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരോ ആരും പറയാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു കാര്യം നടക്കുന്നതായിട്ട് പോലും അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത. ഇത് BJP നേതാക്കൾ മാത്രമല്ല, പല ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരും രാജ്യത്തിൽ ഇങ്ങനെ അതിക്രമം നടക്കണമെന്ന് പറയുന്നുമില്ല.
അല്ല, അത് പറയാനുള്ള ധൈര്യമില്ലാത്ത കാരണം എന്താണെന്നറിയാമോ? ഇവരുടെ എല്ലാം പല തട്ടിപ്പുകളും കേന്ദ്ര സർക്കാരിൻ്റെ പക്കലുണ്ടെന്നുള്ള ഭയം അവരെ അലട്ടുന്നുണ്ട്. അതായത് ED ഉപയോഗിച്ച് അല്ലെങ്കിൽ പിന്നെ CBI പോലുള്ള ഏജൻസികൾ ഉപയോഗിച്ച് ഇവരുടെ ഈ തട്ടിപ്പുകൾ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം വിദേശ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നു, നാട്ടിൽ സ്കൂൾ കോളേജുകൾ അഡ്മിഷന് മേടിക്കുന്ന പണം, കണക്കിൽപ്പെടാത്ത പണം, ഇതൊക്കെ തന്നെ ഒരു വശത്തുണ്ട്. അതുകൊണ്ടാണ് സത്യസന്ധമായ രീതിയിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഈ വക പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടുക. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഇതിനെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവും. ആ തൻ്റെ ഇടമില്ലാതായി പോകുന്നതുകൊണ്ടാണ് ഇത് നമ്മുടെ മുമ്പിലുള്ളതാണല്ലോ. ഈ ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡോ എന്ന് പറയുന്ന ബിഷപ്പാണ് ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായ പീഡനങ്ങൾക്കെതിരായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഭരണഘടനാ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ടും അത് ഭരണഘടനാ പിന്നെ സ്വാതന്ത്ര്യം നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ച്. എന്തുകൊണ്ടാണ് ഇവിടുത്തെ കേരളത്തിലെ ബിഷപ്പ്മാരും ആ കേസിൽ കക്ഷി പോലും ചേരാൻ തയ്യാറാണ്? കാരണം എന്താണ്? ഈ തട്ടിപ്പുകൾ പലതും എക്സ്പോസ് ആവും, അത് കാണിച്ച് BJP-കാർ ഭയപ്പെടുത്തുമെന്നുള്ളതുകൊണ്ടാണ് അവർ അതിന് തയ്യാറാവുന്നത്. പീറ്റർ മച്ചാഡോയ്ക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്തതുകൊണ്ടും അയാൾ സത്യസന്ധമായ രീതിയിൽ സ്ഥാപനങ്ങൾ നടത്തുകയും ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അത് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സത്യസന്ധത ഇല്ലാത്തതുകൊണ്ടാണ് ഇത് പറ്റാത്തത്. നമ്മുടെ മുമ്പിലുണ്ടല്ലോ ഭൂമി തട്ടിപ്പ് കേസിൽ പ്രതിയായ ബിഷപ്പ്, കള്ളപ്പണം വെളുപ്പിക്കാൻ നോക്കിയ ബിഷപ്പ്, ഇതെല്ലാം ഇവിടെ കേരളത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് BJP-യുടെ ഒപ്പം ചേരാതെ വേറെ മാർഗ്ഗമില്ല. ഇവിടെ കേരളത്തിൽ തിരുവല്ലയിൽ തന്നെയുള്ള ഒരു ബിഷപ്പിൻ്റെ പിന്നെ വീട്ടിൽ നിന്നാണല്ലോ, കാറിനകത്ത് നിന്ന് ഒളിച്ചു വെച്ച കാറിനകത്തു നിന്നാണല്ലോ 4000 കോടി രൂപയുടെ പണം പിന്നെ CBI ഇൻകം ടാക്സ് കണ്ടെത്തിക്കൊണ്ട് പോയത്. അപ്പോൾ ഇത്തരം തട്ടിപ്പുകാർക്ക് ഇവരെ ചാരി നിൽക്കാതെ വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ട് തന്നെ അവരോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാകും. നിങ്ങളുടെ സഹോദര സഭകളിൽപ്പെട്ടവർ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരായ വ്യക്തികൾ ആക്രമിക്കപ്പെടുമ്പോൾ മിണ്ടാതിരിക്കുകയാണ്, ഒട്ടകപക്ഷിയെ പോലെ തല വീഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഹിന്ദുത്വ ശക്തികൾ നടത്തുന്ന ഈ ആക്രമണങ്ങളോട് നിങ്ങളും താതാത്മ്യം പ്രാപിക്കുന്നു എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം തന്നെ. അപ്പോൾ അതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്.